ദുബായ് കിരീടാവകാശിയും UAE പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തിയതായിരുന്നു പോയ വാരത്തെ പ്രധാന വാർത്തകളിലൊന്ന്. ഇന്ത്യക്കും UAEക്കും ഗുണകരമായ നിരവധി പ്രഖ്യാപനങ്ങളുമായാണ് ഷെയ്ഖ് ഹംദാൻ മടങ്ങി വന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിന്റെ അടിത്തറയിൽ പണിതുയർത്തിയ ബന്ധത്തെ സമൃദ്ധമായ ഭാവിയിലേക്ക് കൈപ്പിടിച്ചു നടത്താൻ ശേഷിയുള്ളതാണ് ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശനം. 50 വർഷത്തിനിടെ ഇന്ത്യ സന്ദർശിക്കുന്ന 6ാമത്തെ UAE രാഷ്ട്ര നേതാവായിരുന്നു ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ചരിത്രത്തിൽ പലതുകൊണ്ടും അടയാളപ്പെടുത്തുന്നത് കൂടിയായി മാറി ഈ സന്ദർശനം. സമ്പന്നമായ ചരിത്രത്തിന്റെ തുടർച്ച എന്ന നിലയിലായിരുന്നു ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യയിലേക്കുള്ള പോക്ക്. 1975-ൽ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് തുടങ്ങിവെക്കുകയും പിന്തുടർച്ചക്കാർ തുടരുകയും ചെയ്ത ഊഷ്മള ബന്ധത്തിന്റെ മറ്റൊരു പതിപ്പ്. 2 തവണയാണ് ഷെയ്ഖ് സായിദ് ഇന്ത്യയിലെത്തിയത്, 75-ലും 92-ലും. നിലവിലെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് 2023-2024 വർഷങ്ങളിൽ ഇന്ത്യയുടെ മണ്ണിലെത്തി. പിന്നീട് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദിനും ഇന്ത്യ ആതിഥ്യമരുളി. ഇതിനു പിന്നാലെയായിരുന്നു ഷെയ്ഖ് ഹംദാന്റെ സന്ദർശനം. ഭാവി UAEയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഇന്ത്യ ഈ സന്ദർശനത്തെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഷെയ്ഖ് ഹംദാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക അത്താഴ വിരുന്നു തന്നെ ദുബായ് കിരീടാവകാശിക്കായി ഒരുക്കി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. ഇതിനു പുറമെ മുംബൈയിലെ ബിസിനസ് സമൂഹവുമായും ഇന്ത്യയിലെ UAE വിദ്യാർത്ഥികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഷെയ്ഖ് ഹംദാൻ ചെണ്ടമേളത്തിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതും ശ്രദ്ധിക്കപ്പെട്ടു. UAEയിൽ തൊഴിലെടുക്കുന്ന സാധാരണ തൊഴിലാളികൾക്ക് വരെ ഈ സന്ദർശനത്തിന്റെ ഗുണഫലം ലഭിച്ചു എന്നതാണ് ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ദുബൈയിൽ യാഥാർത്ഥ്യമാകുന്ന ഇന്ത്യ UAE സൗഹൃദ ആശുപത്രിയാണ്. ദുബായ് ഹെൽത്തും 5 ഇന്ത്യൻ സംരംഭകരും ചേർന്നാണ് ലാഭരഹിതമായി പ്രവർത്തിക്കുന്ന ഈ ആശുപത്രി സ്ഥാപിക്കുക. ദുബായ് ഹെൽത്ത് CEO ഡോക്ടർ അമീർ ഷെരീഫും സംരംഭകരും ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മലയാളി വ്യവസായികളായ ഫൈസൽ കൊട്ടിക്കോളൻ, സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ, രമേശ് രാമകൃഷ്ണൻ എന്നിവർ പദ്ധതിയുടെ ഭാഗമാണ്. UAEയിലെ ഭാരിച്ച ചികിത്സാ ചെലവുകൾക്ക് വരാനിരിക്കുന്ന ആശുപത്രി ഒരു മറുമരുന്നായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസ ലോകം. സൗഹൃദ ആശുപത്രി അടക്കം ആകെ 8 ധാരണാപത്രങ്ങളാണ് ഷെയ്ഖ് ഹംദാന്റെ സന്ദർശന വേളയിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചത്. അതിലെടുത്തു പറയേണ്ടത് ദുബൈയിൽ സ്ഥാപിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ക്യാമ്പസാണ്. IIM അഹമ്മദാബാദാണ് ദുബൈയിൽ രാജ്യാന്തര ക്യാമ്പസ് സ്ഥാപിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസും വൈകാതെ ദുബൈയിൽ പ്രവർത്തനം തുടങ്ങും. ദുബായ് എക്സ്പോ സിറ്റിയിലെ ഇന്ത്യ പവലിയനിലാകും ക്യാമ്പസ്. 1 വർഷത്തെ മുഴുസമയ MBA പ്രോഗ്രാം നൽകുന്ന സ്ഥാപനമാകും ദുബായ് IIM. വർക്കിംഗ് പ്രൊഫഷണലുകൾക്കും സംരംഭകർക്കും കോഴ്സിൽ ചേരാനാകും. 2025 സെപ്റ്റംബറിൽ ആദ്യ ബാച്ച് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് ക്യാമ്പസ് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ IIM ആണ് അഹമ്മദാബാദിൻ്റേത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് പിന്നാലെയാണ് IIM-ഉം UAEയിലെത്തുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഡൽഹി IITയുടെ ക്യാമ്പസ് അബുദാബിയിൽ പ്രവർത്തനം തുടങ്ങിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പുറമെ വ്യാപാര മേഖലയിലെ പല തുറസ്സുകളിലും ഇരു രാഷ്ട്രങ്ങളിലും സഹകരണത്തിന് ധാരണയായി. ഇന്ത്യയിലെ വിവിധ കമ്പനികളുമായി 3 ധാരണാപത്രങ്ങളാണ് ദുബായ് ചേംബേഴ്സ് ഒപ്പുവെച്ചത്. കരാർ പ്രകാരം 73.5 കോടി ദിർഹമാണ് DP വേൾഡ് ഇന്ത്യയിൽ നിക്ഷേപിക്കുക. കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖലയിലടക്കം ഫ്രീ ട്രേഡ് വെയർഹൌസ് സോണുകൾ നിർമ്മിക്കാൻ ആഗോള ലോജിസ്റ്റിക് ഭീമനായ DP വേൾഡിന് പദ്ധതികളുണ്ട്. ദുബായ് ജബലലി ഫ്രീ സോണിൽ 27 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ ദുബായ് ചേംബർ നിർമ്മിക്കുന്ന ഭാരത് മാർട്ട്, ഇന്ത്യ UAE വിർച്വൽ കോറിഡോർ, കൊച്ചിൻ ഷിപ്പ്യാർഡുമായി സഹകരിച്ച് കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും എയിംസും തമ്മിലുള്ള അക്കാദമിക ഗവേഷണ സഹകരണം തുടങ്ങിയ കരാറുകളിലും ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചു.
ഉഭയകക്ഷി വ്യാപാരം 2030 $10,000 കോടി എത്തിക്കുകയാണ് ഇരു രാഷ്ട്രങ്ങളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്ക് വേഗം കൂട്ടുന്ന കരാറുകളാണ് നിലവിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇതിനു പുറമെ UAEയിൽ തൊഴിലെടുക്കുന്ന 40 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമവും കരാറുകളിൽ പ്രാധാന്യപൂർവ്വം ഇടം പിടിച്ചു. ഈ സന്ദർശനത്തെ ഏറ്റവും സവിശേഷമാക്കി മാറ്റുന്ന ഘടകവും അതുതന്നെയാണ്.